ഗസ്റ്റായി ആരെ കൊണ്ടുവരുന്ന ചോദ്യത്തിന് വിമൻസ് കോളേജിലെ പിടക്കോഴികൾക്കെല്ലാം കൂടി ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ദേവ് മാധവ്, ദി യൂത്ത് ഐക്കൺ. അങ്ങനെ എല്ലാവരുടെയും താല്പര്യപ്രകാരം അതങ്ങനെ തന്നെ തീരുമാനിക്കപ്പെട്ടു. 25-ാം തീയതിയായിരുന്നു പരിപാടി തീരുമാനിച്ചിരുന്നത്. ഏകദേശം 10 മണിയോടെ പരിപാടി തുടങ്ങി. സദസ്സിലുണ്ടായിരുന്ന പകുതിയോളം പേര് സംസാരിച്ചു കഴിഞ്ഞ ശേഷമായിരുന്നു അയാൾ വന്നത്. ദേവ് മാധവ്. ഓർമ്മകൾ ഉള്ളിലേക്കൊരു കൊള്ളിമീൻ പോലെ പിടഞ്ഞു കയറിയപ്പോൾ അവൾ നീങ്ങി. പക്ഷേ ഓർമ്മകൾ ഇടമുറിഞ്ഞില്ല, അവ ഒഴുകിക്കൊണ്ടേയിരുന്നു. സദസ്സിലേക്ക് അയാൾ വന്നത് മുതൽ പെൺകുട്ടികളുടെ മുഴുവൻ കണ്ണുകളും അവനെ കൊത്തി വലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ വെള്ളാരം കണ്ണുകൾ കുസൃതിയോടെ എല്ലാവരെയും നോക്കി ചിരിച്ചു. അതേ പുഞ്ചിരിയോടെ തന്നെ മൈക്കിനരികിലേക്ക് വന്ന് സംസാരിക്കുമ്പോഴും വശ്യമാർന്ന ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളെ വലയം ചെയ്തിരുന്നു. എന്തോ ആ ഓരോ നിമിഷവും തൻ്റെ നോട്ടം മുഴുവനും അവനിൽ മാത്രമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷനെ അത്യാവേശത്തോടെ ഞാൻ നോക്കി നിന്നു. അവൻ്റെ ആ പുഞ്ചിരി, വെള്ളാരം കണ്ണുകളുടെ തുടുപ്പ്, എന്തിനേറെ പറയുന്നു അവൻ്റെ ഒരു നിശ്വാസത്തിൻ്റെ ചലനം പോലും ഞാൻ സാഗൂതം നോക്കി നിന്നു. എന്തോ ആ വെള്ളാരം കണ്ണുകളിൽ അടിമപ്പെട്ടതുപോലെ. ഇവനല്ലേ സോജ നിന്റെ പ്രണയം? ഹൃദയം ആർത്ത് വിളിച്ചു. ഒപ്പം അവളുടെ ചുടികളും സ്വയമറിയാതെ കൈയടിച്ച് അവളുടെ അത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അത്രമേൽ ആവേശത്തോടെ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടും ദേവ് പോയിട്ടും അവനെന്ന ലഹരി എന്നെ വിട്ടൊഴിഞ്ഞില്ല. അതായിരുന്നു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അറിയില്ല, ഒന്നു മാത്രം അറിയാം, ദേവിനോട് വല്ലാത്തൊരിഷ്ടം. ദിനംതോറും ആ ഇഷ്ടം കൂടി വരുന്നു. ആദ്യമൊക്കെ കരുതിയത് അത് വെറുമൊരു നടനോട് തോന്നിയ ആരാധന മാത്രമാണെന്നായിരുന്നു. പക്ഷേ പോകെ അറിഞ്ഞു അതിനുമപ്പുറം എന്തൊക്കെയോ ആയി ആ വികാരം മാറുകയാണ്. ഷൂട്ടിംഗ് ആയാലും അവൻ പങ്കെടുക്കുന്ന പൊതുചടങ്ങുകളായാലും എല്ലാം വിടാതെ ഫോളോ ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു ഉദ്ഘാടന സ്ഥലത്ത് വെച്ചായിരുന്നു അവനോട് ആദ്യമായി മിണ്ടിയത്, ഫോട്ടോ എടുത്തത്, ആ കൈപ്പടയിൽ ഒരു വരി കുറിച്ച് വാങ്ങിയത്. താനെൻ്റെ പുറകെ തന്നെയാണല്ലോ. ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് നൽകിയിട്ട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടുള്ള ആ ചോദ്യം ആദ്യം എന്നെ വല്ലാതെ നമ്പരിപ്പിച്ചു. പിന്നെ ഹൃദയം നിറഞ്ഞു തൂവുകയായിരുന്നു സന്തോഷം. പുറകെ അലയുന്ന ഇത്രയേറെ ഫാൻസിൻ്റെ ഇടയിൽ എന്നെ ആൾ ശ്രദ്ധിച്ചു എന്നതിനപ്പുറം എനിക്ക് വേറൊന്നും വേണ്ടായിരുന്നു. ആ പരിചയം വളർന്ന് ഏത് ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ചായാലും ദേവ് മാധവ് സോജ എന്ന ആരാധികയെ തിരിച്ചറിയുന്നതോളം വളർന്നത് അതിവേഗമായിരുന്നു. അങ്ങനെ അവൻ പങ്കെടുത്തൊരു പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു അതും സംഭവിച്ച്. സോജ, നിനക്കിനെ പ്രണയിക്കാൻ കഴിയുമോ? ആ വാക്കുകൾ കേട്ടതോടെ ആൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനായി ഉയർത്തിയ കൈകൾ പതിയെ താഴ്ന്നു. എന്തോ ഒരു മരവിപ്പ് സിരകളെ ബാധിച്ച പോലെ, രക്തം പോലും ഉറഞ്ഞു പോയതുപോലെ. എന്താ ഈശ്വരൻ ഞാൻ ഈ കേട്ടത്? എൻ്റെ മോഹം, പ്രാർത്ഥനയിൽ പോലും ചേർത്ത് വെക്കാൻ ഞാൻ മടിച്ച എൻ്റെ സ്വപ്നം എൻ്റെ സ്വന്തമാവുകയാണോ? ആലോചിച്ചവൻ ഹൃദയം പെരുമ്പറ കൊട്ടി, കാലുകൾ നിലത്ത് ഉറക്കാത്തതുപോലെ. പക്ഷേ എല്ലാ സന്തോഷങ്ങളും തച്ചുടക്കുന്നതായിരുന്നു പിന്നീടുള്ള അവൻ്റെ വാക്കുകൾ. താൻ തെറ്റിദ്ധരിക്കില്ല സോജ. ആളുകൾക്കും മീഡിയയ്ക്ക് മുമ്പിൽ എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കാമുകയെ വേണം, മറ്റൊന്നിനുമല്ല. എൻ്റെ നഷ്ടപ്രണയം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രം. അവൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവാതെ ആ കണ്ണുകളിലേക്ക് തന്നെ മിഴിനട്ട് ഒരു ശില പോലെ നിന്നുപോയി ആ പെണ്ണ്. അല്ലെങ്കിൽ തന്നെ അപ്പോൾ വേറെന്ത് ചെയ്യാൻ? എനിക്കൊരു പ്രണയമുണ്ട് സോജ. ആളെ താനറിയും, നടി വൈദേഹി വർമ്മ. ലോകമറിയാത്ത എൻ്റെ പ്രണയം. മീഡിയയ്ക്ക് മുമ്പിൽ ഞാൻ അവളെ ഇതുവരെ തുറന്നു കാട്ടാത്ത ഒന്നാണ് ഞങ്ങളുടെ പ്രണയം. സിനിമാ ലോകത്തൊരു ഫാൻറ്റസി പ്രണയം ആയിരുന്നില്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറൊന്ന് സെറ്റായാൽ വിവാഹം കഴിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധം മീഡിയാസ് ആഘോഷിക്കുന്നതിനോട് എനിക്ക് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ആരും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. കാരണം പറയാൻ തൽക്കാലം തന്നെ നിർബന്ധിക്കരുത്. ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് അവളെ തിരിച്ചു പിടിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വന്നെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും എല്ലാം മറന്ന് അവൾ എന്നിലേക്ക് തിരികെ എത്തും. അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവൻ പറഞ്ഞത് മുഴുവൻ കേട്ടു നിൽക്കുമ്പോൾ ചങ്ക് പിടയുകയായിരുന്നു. പക്ഷേ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറയാൻ? ഈ നിമിഷം വരെ നിശബ്ദമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രണയിച്ചവനാണ്. മറ്റൊരുവളുടെ പ്രണയം തിരികെ നേടാനായി വേഷം കെട്ടിയാടാൻ പറയുന്നത്. മറുത്തൊന്നും പറഞ്ഞില്ല, പക്ഷെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പതിയെ ആ കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ ഒരുക്കാണ് ദേവ്. അവളുടെ പെട്ടെന്നുണ്ടായ സമ്മതം അവനെപ്പോലെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒന്നുണ്ട്, ഈ ലോകത്തിന് മുന്നിൽ മുഴുവൻ നിങ്ങളുടെ കാമുകിയെ എന്നെ കൊണ്ടാടാൻ കഴിയില്ല. കാരണം എനിക്കൊരു കുടുംബമുണ്ട്, അച്ഛനമ്മമാരുണ്ട്. അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിന് മുമ്പിൽ മാത്രം ഞാൻ നിങ്ങൾ പറഞ്ഞ വേഷം ആടിത്തീർക്കും. ശാന്തമായി തന്നെ അവൾ പറഞ്ഞു.
ദേവിന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. എഗ്രീഡ്, മതി സോജ, മതി. അവൾക്ക് മുമ്പിൽ മാത്രം മതി. അവൻ സന്തോഷത്തോടെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പക്ഷെ അപ്പോഴും തന്നെ ഓർത്ത് ഓരോ നിമിഷം എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിലേക്കാണ് താൻ വീണ്ടും എണ്ണ പകർന്നതെന്ന് അവൻ അറിഞ്ഞില്ല. ഇതിനു പകരമായിട്ട് തനിക്ക് ഞാൻ എന്ത് തരും സോജ എന്നും ചോദിക്കാൻ തനിക്ക്, അവൻ ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവളൊരു വാടിയ ചിരി ചിരിക്കുക മാത്രം ചെയ്തു. എനിക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ് ദൈവം. അതുതന്നെയാണ് ഞാൻ ഇന്നിവിടെ ഉപേക്ഷിക്കുന്നതും. അവളുടെ ഹൃദയം മുറവിളി കൂട്ടി. മോളെ. കവിളിൽ തട്ടിയുള്ള ആ വിളിയിൽ അവൾ ഞെട്ടിയുണർന്നു. ആദ്യം കണ്ടത് പഞ്ഞിക്കെട്ട് പോലെ നരച്ച മുടിയിടകളായിരുന്നു. അവ ശക്തമായ കാറ്റിൽ പാറി പറക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മോളെ? വീണ്ടും ആ സ്വരം. കണ്ണുകൾ പതിയ ചോദ്യത്തിന്റെ ഉറവിടം തേടി ആ മുഖത്തേക്ക് പാഞ്ഞു. നെറ്റിയിലെ ചുവന്ന കുങ്കുമപ്പൊട്ടും ഫ്രെയിംലെസ് കണ്ണടയുമൊക്കെ വെച്ച് അധരങ്ങളിൽ അലിവ് നിറഞ്ഞ പുഞ്ചിരി ഒഴുക്കിക്കൊണ്ട് ഒരു മുത്തശ്ശി. ആ മുഖം കാണെ പെട്ടെന്ന് ഓർമ്മ വന്നത് പാട്ടിയെ ആയിരുന്നു. പാട്ടി ഇതുപോലെ തന്നെയായിരുന്നു. കണ്ണ എന്ന ഒരൊറ്റ വിളിയിൽ സങ്കടങ്ങളെല്ലാം ഒരുക്കി കളയുമായിരുന്നു. പാട്ടിയുടെ മുഖം ഓർമ്മയിൽ വന്നതും യാന്ത്രികമായി ആ മാറിലേക്ക് തലചായ്ച്ചു പോയി. യാതൊരു അസ്വസ്ഥതയും കൂടാതെ അവരവളെ വാത്സല്യത്തോടെ അണച്ചു പിടിച്ചു. ആ മാറിൽ ചേർന്നിരിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി സോജയ്ക്ക്. പാട്ടി ചേർത്തണക്കും പോലെ തന്നെ ആ ഉടലിൽ നിന്നും പുറപ്പെടുന്ന ചന്ദനമണത്തിൽ മയങ്ങി കുറെ നേരം അവൾ അങ്ങനെ ഇരുന്നു. കരയില്ലേ മോളെ? എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ കരയണേ? എനിക്കറിയില്ല പാട്ടി. എന്തോ അപ്പം അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. അവരോട്ട് തടഞ്ഞതുമില്ല. വാത്സല്യത്തോടെ തഴുകുക മാത്രം ചെയ്തു. എൻ്റെ നെഞ്ച് പൊട്ടുവാ പാട്ടി. ദേവില്ലാതെ ഈ സോചയില്ല. എനിക്കൊന്ന് മരിക്കണം. പക്ഷേ അപ്പാവിടെ മുഖം ഓർക്കുമ്പോൾ ചങ്കിലെന്തോ കൊളുത്തി വിളിച്ചിട്ടെന്ന പോലെ അവൾ വാക്കുകൾ പാതിയിൽ നിർത്തി.